ടെക്നിക്കൽ അനാലിസിസ് പലപ്പോഴും വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ സ്റ്റോക്ക് താഴെ പോവുകയും നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മുകളിൽ പോകുന്നതുമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സോ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ പ്രോബ്ലം അല്ല, മറിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് ഡൈനാമിക്സിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിവില്ലാത്തതാണ്. അതായത് മാർക്കറ്റ് ഡൈനാമിക്സ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മികച്ച ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിനേക്കാൾ ഉപരി എങ്ങനെയാണ് പ്രൈസ് കൂടുന്നതും എങ്ങനെയാണ് പ്രൈസ് കുറയുന്നതും എന്നാണ്. അതായത് യഥാർത്ഥത്തിൽ ലിമിറ്റ് ഓർഡേഴ്സും മാർക്കറ്റ് ഓർഡേഴ്സും എങ്ങനെ പ്രൈസ് മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെ ബ്രേക്ക് ഔട്ടുകൾ ഇതിനെ എഫക്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് നല്ല എൻട്രീസ് എടുത്തുകൊണ്ട് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്നത് 100 രൂപയ്ക്ക് ട്രേഡ് നടക്കുന്ന ഒരു സ്റ്റോക്കിൻ്റെ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സുമാണ്. അതായത് നമുക്കറിയാം മാർക്കറ്റിൽ ലിമിറ്റ് ഓർഡേഴ്സും മാർക്കറ്റ് ഓർഡേഴ്സും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓർഡേഴ്സ് മാർക്കറ്റിൻ്റെ പ്രൈസിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വൈറ്റ് ബോർഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വൈറ്റ് ബോർഡ് വീഡിയോയിലോട്ട് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വരാം. ഇങ്ങനെ പ്രൈസ് കൃത്യമായിട്ട് കാണുകയാണ്. ഇത് 101 രൂപ, 102 രൂപ, 103 രൂപ താഴ്ത്തോട്ടും. ഇവിടെ ഇപ്പോൾ പെൻഡിങ് കിടക്കുന്ന ലിമിറ്റ് ഓർഡേഴ്സാണ് നമ്മൾ കാണുന്നത്. 100 രൂപയ്ക്ക് 30 ഓർഡേഴ്സ്, 30 ആളുകൾ വാങ്ങാൻ വേണ്ടി, 30 ക്വാണ്ടിറ്റി വാങ്ങാൻ വേണ്ടി റെഡിയാണ്. 99 രൂപയ്ക്ക് 70 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഓരോ പ്രൈസിലും എത്ര പെൻഡിങ് ഓർഡേഴ്സ് നമ്മുടെ എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സെല്ലിലും പെൻഡിങ് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. 101 രൂപയ്ക്ക് 20 ആൾക്കാർ സെല്ല് ചെയ്യാൻ റെഡിയാണ്. 102 രൂപയ്ക്ക് 30 ആൾക്കാർ സെല്ല് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആക്ച്വലി ഈ കാണുന്നത് ഒരു ഓർഡർ ബുക്കാണ്. ഒരു സ്റ്റോക്ക് ഏതൊക്കെ പ്രൈസിന് ആരൊക്കെ വാങ്ങാനുണ്ട്, ഏതൊക്കെ പ്രൈസിന് ആരൊക്കെ സെല്ല് ചെയ്യാനുണ്ട്. ആക്ച്വലി ഇതിനെ വിളിക്കുന്ന പേര് ഓർഡർ ബുക്ക് എന്നാണ്. നമ്മൾ ഈ പറയുന്ന ഓർഡർ ഫ്ലോ അനാലിസിസ്, ബുക്ക് മാപ്പ് അനാലിസിസ് ഒക്കെ ഈ ഓർഡർ ബുക്കിൻ്റെ വേറൊരു വെർഷനാണ്. നമ്മൾ ഡൂം അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചില ടൂളുകളിൽ നമുക്ക് ഫുൾ ഡെപ്ത് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഓർഡർ ബുക്ക് കാണാം. സെറോദ പോലുള്ള ചില ബ്രോക്കേഴ്സിൽ ഈ 100 രൂപയിൽ നിന്ന് 20 പോയിന്റ് മുകളിലോട്ടും 20 പോയിന്റ് താഴ്ത്തോട്ടുമുള്ള മാർക്കറ്റ് ഡെപ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ബാക്ക് ടു അവർ ടോപ്പിക്. അപ്പോൾ ഈ ലിമിറ്റ് ഓർഡേഴ്സ് ആണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഈ ലിമിറ്റ് ഓർഡേഴ്സ് എപ്പോഴാണ് എക്സിക്യൂട്ട് ആകുക? 100 രൂപയ്ക്ക് 30 ആൾക്കാർ ബൈ ചെയ്യാനുണ്ട്, 100 രൂപയ്ക്ക് ആരും സെല്ല് ചെയ്യാനില്ല, 101 രൂപയ്ക്കേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 30 ആൾക്കാർ 101 രൂപയ്ക്ക് ബൈ ചെയ്യാൻ റെഡിയായാൽ മാത്രമാണ് അവിടെ ട്രേഡ് നടക്കൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? പ്രൈസ് അനങ്ങില്ല. ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്നവരെ പ്രൈസിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 100-ൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ലിമിറ്റ് ഓർഡർ മാർക്കറ്റിലുള്ള സമയത്തായിരിക്കും മാർക്കറ്റിൽ എന്ത് വരിക? മാർക്കറ്റ് ഓർഡേഴ്സ് വരിക. ലിമിറ്റ് ഓർഡർ ഓൾറെഡി അവിടെ ഉണ്ട്, മാർക്കറ്റ് ഓർഡർ പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ അരുൺ എന്ത് ചെയ്യാണ്? അരുൺ മാർക്കറ്റ് ഓർഡറിൽ ബൈ ഓർഡർ ഇടുകയാണ്. ഒരു 100 ക്വാണ്ടിറ്റി ബൈ ചെയ്യാനായിട്ട് മാർക്കറ്റ് ഓർഡർ ഇടുകയാണെന്ന് കരുതുക. അപ്പോൾ ഒരാൾ ബൈ ചെയ്യാൻ വരുമ്പോൾ എക്സ്ചേഞ്ച് എന്താണ് നോക്കുന്നത്? ഓക്കെ, അരുൺ ബേസിക് ആയിട്ട് ഇപ്പം എത്ര രൂപയാണോ ആ പ്രൈസിന് ബൈ ചെയ്യാൻ റെഡിയാണ് എന്നാണ് അരുൺ പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ മാർക്കറ്റ് ഓർഡറിൻ്റെ അർത്ഥം. സോ നേരെ വന്നിട്ട് ഓർഡർ ബുക്കിൽ നോക്കും. 100 ക്വാണ്ടിറ്റിയാണ്. 100 ക്വാണ്ടിറ്റി 100 രൂപയ്ക്ക് ആരെങ്കിലും സെല്ല് ചെയ്യാനുണ്ടോ എന്നാണ് ആദ്യം നോക്കുക. 100 രൂപയ്ക്ക് ആരെങ്കിലും സെല്ല് ചെയ്യാനുണ്ടോ? യെസ്, ഇവിടെ ആരും തന്നെ 100 രൂപയ്ക്ക് സെല്ല് ചെയ്യാനില്ല. എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? അതിന് ഡിമാൻഡ് ഉണ്ട്, വാങ്ങാൻ ആളുണ്ട്. സോ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രൈസ് 101ലേക്ക് ജമ്പ് ചെയ്യും. 101ൽ ബൈ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ആരൊക്കെ 101 രൂപയ്ക്ക് വിൽക്കാൻ റെഡി ആയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 101 രൂപയ്ക്ക് 20 ആൾക്കാർ എന്ത് ചെയ്യേണ്ട? ആ സ്റ്റോക്ക് വിൽക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യും? അരുണിന് 20 ക്വാണ്ടിറ്റി 101 രൂപയ്ക്ക് കിട്ടി. അരുണിന് എത്ര എണ്ണം വേണം? 100 എണ്ണം വേണം. 101 രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടി? 20 എണ്ണം കിട്ടി. ഇനി അരുൺ എത്ര എണ്ണം വേണം? 80 വേണം. അപ്പോൾ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് 101ൽ നിന്ന് 102-ലോട്ട് പോയി നോക്കും. 102-ൽ എത്ര എണ്ണം വിൽക്കാനുണ്ട്? 102-ൽ 30 എണ്ണം വിൽക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അരുണിന് 102 രൂപയ്ക്ക് 30 എണ്ണം അസൈൻ ചെയ്യും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അരുൺ 50 എണ്ണം കിട്ടി. 20 എണ്ണം 101 രൂപയ്ക്കും 30 എണ്ണം 102 രൂപയ്ക്കും വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എത്രയാണ്? 102 ആണ്. 100 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രയായി? 102 മാറി. അരുണിന് ആവശ്യമുള്ള എല്ലാം കിട്ടിയോ? അരുണിന് ആവശ്യമുള്ള എല്ലാം കിട്ടിയിട്ടില്ല. ഇനിയും അരുണിന് 50 എണ്ണം കൂടി വേണം. അപ്പോൾ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും?
102 നിന്ന് 103 പോയി നോക്കും. 103 55 ക്വാണ്ടിറ്റി 103 രൂപയ്ക്ക് വിൽക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 103 രൂപയ്ക്ക് അരുണിന് 50 ക്വാണ്ടിറ്റി കൂടി കൊടുക്കും. അപ്പോൾ ബാക്കി എത്ര സെൽ ഓർഡർ ബാക്കിയുണ്ട്? 5 ക്വാണ്ടിറ്റി അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അരുണിന് ആവശ്യമുള്ളത് 101 രൂപയ്ക്ക് 20 എണ്ണം, 102 രൂപയ്ക്ക് 30 എണ്ണം, 103 രൂപയ്ക്ക് 50 എണ്ണം കിട്ടുകയാണ്. അപ്പോൾ 100 രൂപ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്ര രൂപയിലോട്ടാണ് പോകുന്നത്? 103 രൂപയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലിമിറ്റ് ഓർഡേഴ്സ് അവിടെ തന്നെ നിൽക്കുമ്പോൾ മാർക്കറ്റ് ഓർഡേഴ്സ് വരുമ്പോഴാണ് മാർക്കറ്റിൽ പ്രൈസ് ജമ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതും സെല്ലിൽ മാർക്കറ്റ് ഓർഡേഴ്സ് വരുമ്പോഴാണ് ഇതുപോലെ പ്രൈസ് താഴ്ത്തോട്ടും വരുന്നത്. അതുകൊണ്ടാണല്ലോ 100 രൂപ ഉണ്ടായിരുന്ന LTP ഇപ്പോൾ എത്രയിലോട്ട് പോയി? 103 രൂപയിലോട്ട് പോയി. ഇതാണ് നമ്മൾ ഈ കാണുന്ന ക്യാൻഡിൽസ് എല്ലാം. അപ്പോൾ ഇതെങ്ങനെയാണ് മാർക്കറ്റ് ഡൈനാമിക്സിനെ, മാർക്കറ്റ് മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? ലിമിറ്റ് ഓർഡേഴ്സ് ഒരിക്കലും മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നില്ല. മറിച്ച് ലിമിറ്റ് ഓർഡേഴ്സിൽ കിടക്കുമ്പോൾ തന്നെ പുതിയതായിട്ടുള്ള മാർക്കറ്റ് ഓർഡേഴ്സ് മാർക്കറ്റിലോട്ട് വരുമ്പോഴാണ് മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെൻറ്റ് വരിക. ഇനിയാണ് നമ്മൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലോട്ട് ചിന്തിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഈ ഡൈനാമിക്സ് ഒന്നും അറിഞ്ഞിരിക്കണമെന്ന് പോലുമില്ല. കാരണം എന്താണ്? നമ്മൾ വാങ്ങാൻ പോകുന്നത് വില 50 ക്വാണ്ടിറ്റിയോ 100 ക്വാണ്ടിറ്റിയോ 1000 ക്വാണ്ടിറ്റിയോ മാത്രമായിരിക്കും. ഏറ്റവും കൂടി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്കായിരിക്കും ഒരു സ്റ്റോക്ക് പോലും വാങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഓപ്ഷനെങ്കിലും വാങ്ങുന്നത്. അപ്പോൾ അത് മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ് വരുത്താനുള്ള കേപ്പബിലിറ്റീസ് ഇല്ല. എന്നാൽ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിന് അവർക്ക് വാങ്ങേണ്ടത് 500 കോടിക്കോ 1000 കോടിക്കോ ഒക്കെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലിമിറ്റ് ഓർഡേഴ്സിനെയും മാർക്കറ്റ് ഓർഡേഴ്സിനെയും പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിൽ നിന്നാണ് അവർ ഡൈനാമിക്സിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള എൻട്രീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനിയും പറയാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള മാർക്കറ്റ് ഡൈനാമിക്സിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. വളരെ ക്ലീനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, 1-2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയറാണ്. എനിക്ക് 1000 കോടി ഒന്നിച്ച് ഈ ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 100 രൂപയ്ക്ക് ഡബിൾ ബോട്ടം സ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ് ഞാനെന്ന് കരുതുക. അപ്പോൾ നമ്മളും റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? ഇവിടെ ഡബിൾ ബോട്ടത്തിൽ ബൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണല്ലോ നിൽക്കുന്നത്, റൈറ്റ്? അപ്പോൾ 100 രൂപയ്ക്ക് ഈ കാണുന്ന നമ്മുടെ ഓർഡർ ബുക്കാണ്. എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കുറച്ച് ക്വാണ്ടിറ്റി 100 രൂപയ്ക്ക് മേടിക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും മേടിക്കുക ഒരു മാർക്കറ്റ് ഓർഡറിലായിരിക്കും, ഒരു ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറുവോസ് പോലുള്ള ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരും. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ എന്ത് കരുതും? നമ്മൾ വിചാരിക്കും, ഓക്കെ, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിഗ് വോളിയത്തിൽ അവിടെ ട്രേഡ് നടന്നിട്ടുണ്ട്, നമുക്കും അവിടെ എൻട്രി എടുക്കാം എന്ന് കരുതി നമ്മളും അവിടെ എൻട്രി എടുക്കും. അൺഫോർച്ചുനേറ്റ്ലി ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇച്ചിരി ബൗൺസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് താഴെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസുകളൊക്കെ ഹിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും മുകളിൽ പോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ 100 രൂപയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുള്ള ഒരു സ്മോൾ ക്വാണ്ടിറ്റി എൻട്രി എടുത്തു എന്ന് കരുതും. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവർ വെയിറ്റ് ചെയ്യും. അവർക്ക് 100 കോടിക്കോ 1000 കോടിക്കോ എൻട്രി എടുക്കണം. ഫുൾ ക്വാണ്ടിറ്റി എൻട്രി എടുക്കണമെങ്കിൽ അത്രയും ആളുകൾ 100 രൂപയ്ക്ക് അത് സെല്ല് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ 90 രൂപയ്ക്ക് 100 രൂപയുടെ ഇടയ്ക്ക് സെല്ല് ചെയ്യാൻ വേണം. അപ്പം ആ സെല്ല് ചെയ്യാനുള്ള ആളുകളെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്ന് ആലോചിച്ച് നോക്കൂ. 100-ൽ നിന്ന് ഒന്ന് മുകളിൽ വന്നപ്പോൾ കുറേ റീറ്റെയിലേഴ്സ് ആ സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് റെഡിയാവും. അപ്പോൾ 100 രൂപ 101 രൂപ 105 രൂപ റേഞ്ചിൽ കുറേ ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യും. അവർ ബൈ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും എന്നറിയോ? ഒരു 80 രൂപയ്ക്കും 90 രൂപയ്ക്കും ബിഗ് ക്വാണ്ടിറ്റി, ഒരു വലിയ ക്വാണ്ടിറ്റി ബൈ ഓർഡർ ഇട്ട് വയ്ക്കും. ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ഓർഡർ അവർ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ താഴെ പിടിച്ച് വലിക്കുന്ന ഒരു എഫക്റ്റ് ഈ ഒരു ഓർഡേഴ്സിന് അവർ അപ്പോൾ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡേഴ്സിനെ സ്ലൈസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റിയാണ്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, 100 ക്വാണ്ടിറ്റിയാണ് അവർ ട്രേഡ് ഇടുന്നതെങ്കിൽ നമുക്ക് അതിനെ ഒരു ക്വാണ്ടിറ്റി ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓർഡർ ബുക്ക് കണ്ടാൽ പോലും അവർ അത്തരത്തിലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന്
മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബുക്ക് മാപ്പ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലിമിറ്റ് ഓർഡേഴ്സ് എവിടെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബുക്ക് മാപ്പ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ടൂളുകൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി NSE ഇത്തരത്തിലുള്ള ടൂളുകൾ റീറ്റെയിലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല, FISന് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല FISന് അത് കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ് അവർ വലിയ ഒരു ലിമിറ്റ് ഓർഡേഴ്സ് ഇവിടെ ഇട്ട് വയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ? യെസ്, അപ്പോൾ അവർ കുറച്ചിവിടെ ബൈ ചെയ്തു, ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചു. സ്റ്റോക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യുമെന്നറിയോ? ഇവിടെ ബൈ ചെയ്ത് ആ ഒരു സാധനം കൂടുതലായിട്ട് ഓഫ്ലോഡ് ചെയ്യും. മാർക്കറ്റ് ഓർഡറിൽ വീണ്ടും ഒരു ഇരട്ടി ക്വാണ്ടിറ്റി, ഇവിടെ എത്രയാണോ ബൈ ചെയ്തത് അതിൻ്റെ ഒരു ഇരട്ടി ക്വാണ്ടിറ്റി, ഒരു 105 110 റേഞ്ചിൻ്റെ അകത്ത് അവർ മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഓൾറെഡി ഇവിടെ ബൈ ഓർഡർ, ഇവിടെ ലിമിറ്റ് ഓർഡർ ബാക്കി കിടക്കുകയാണ്. എത്രയിൽ? 90ലും 80ലും ലിമിറ്റ് ഓർഡർ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി എല്ലാവരും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെല്ല് ചെയ്യാൻ ആൾ കുറവാണ്. എല്ലാവരും ബൈ ചെയ്യാണ്, സെല്ല് ചെയ്യാൻ ആൾ കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് പ്രൈസ് ഒറ്റയടിക്ക് ക്വിക്കായിട്ട് ഇവിടേക്ക് വരും. പ്രൈസ് ഒറ്റയടിക്ക് ക്വിക്കായിട്ട് ഇവിടേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ അവരവിടെ സെല്ല് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈസ് താഴത്തോട്ട് വരുന്നത്. അവർ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ്. ഓൾറെഡി അവരുടെ ലിമിറ്റ് ഓർഡർ ഇവിടെ കിടക്കുന്നുണ്ട്. എന്ത്? ബൈ ലിമിറ്റ് ഓർഡർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? പ്രൈസ് ഒരു പെട്ടെന്ന് വിത്തിൻ എ സെക്കൻഡ്സിൽ ഒത്തിരി താഴത്തോട്ട് വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഒത്തിരി താഴത്തോട്ട് പ്രൈസ് താഴത്തോട്ട് വരുമ്പോൾ ഈ 101 രൂപയ്ക്കും 102 രൂപയ്ക്കും 103 രൂപയ്ക്കും ഒക്കെ സെല്ല് ചെയ്ത ബൈ ചെയ്ത ആളുകൾ എന്ത് ചെയ്യും? അയ്യോ ഇത് വർക്കൗട്ട് ആവുന്നില്ല, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് അവരെല്ലാവരും ഓൾറെഡി ബൈ ചെയ്ത സ്റ്റോക്കിനെ സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അവർ സെല്ല് ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സിനെയും, ഈ ഒരു മൂവ്മെൻറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് സെല്ല് ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സിനെയും ഈ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? മാക്സിമം ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. വീണ്ടും താഴത്തോട്ട് വരുന്നു, പ്രൈസ് താഴത്തോട്ട് വരുന്നു. റീറ്റെയിൽ പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നു? എക്സിറ്റ് അടിക്കുന്നു, പേടിച്ച് എക്സിറ്റ് അടിക്കുന്നു. ഇത് പ്രൈസ് കൂടുതൽ താഴത്തോട്ട് കൊണ്ടുവരും, അല്ലേ? കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യുന്നു, പ്രൈസ് കൂടുതൽ താഴത്തോട്ട് വരും. പക്ഷെ നിങ്ങൾക്കറിയോ, ഇവിടെ ഇവരുടെ ബിഗ് ബൈ ഓർഡർ വെയിറ്റിംഗ് ആണ്, എക്സിക്യൂട്ട് ആകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ പ്രൈസിലെത്തുമ്പോൾ വിൽക്കാനിട്ട എല്ലാ ആൾക്കാരുടെയും ഫുൾ ക്വാണ്ടിറ്റി ഇവരുടെ കീശയിലാവുന്നു, ഇവരുടെ കയ്യിലാകുകയാണ്, അല്ലേ? ഇവരുടെ കയ്യിലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? ഒരു ഹ്യൂജ് ബൈ ആണ്. ഇനി ആർക്കും എന്ത് ചെയ്യില്ല, ഇനി വിൽക്കാൻ ആരുമില്ല. മാക്സിമം ബൈ നടന്നു, റീറ്റെയിലേഴ്സ് എല്ലാവരും സെല്ല് ചെയ്ത് കഴിഞ്ഞു. മാക്സിമം ക്വാണ്ടിറ്റി സ്ട്രോങ് പ്ലെയറിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഈ സ്ട്രോങ് പ്ലെയർ എന്ത് ചെയ്യും? 100 രൂപയ്ക്ക് ബൈ ചെയ്തു, 105 രൂപയ്ക്ക് സെല്ല് ചെയ്തു, സാധനം 80 രൂപയ്ക്ക് എത്തി. 80 രൂപയ്ക്കാണ് മാക്സിമം ഇവരുടെ കയ്യിൽ ബൈ ഇരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അവരിവിടെ കൂടുതൽ മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യാനായിട്ട് തുടങ്ങും. മാർക്കറ്റ് ഓർഡറിൽ കൂടുതലായിട്ട് ബൈ ചെയ്യാനായിട്ട് തുടങ്ങും. ഓട്ടോമാറ്റിക്കലി വളരെ ക്വിക്കായിട്ട് പ്രൈസ് റിവേഴ്സൽ ചെയ്യും. പ്രൈസ് റിവേഴ്സലെത്തി വീണ്ടും 100 രൂപയുടെ മുകളിലെത്തുമ്പോൾ ഷെടാ ഇത് ഫേക്ക് ബ്രേക്കൗട്ടാണ്, എല്ലാവരെയും പറ്റിച്ചതാണ്, ഇനി സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുമെന്ന് കരുതി നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പിന്നെയും പോയി ബൈ ചെയ്യും. 80 രൂപയിൽ പോയ സാധനം തിരിച്ച് 100-ലെത്തുന്നു. നമുക്കറിയാം ഇത് ഓൾറെഡി ഡബിൾ ബോട്ടം സ്ട്രക്ചർ ആണെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ ഫോഴ്സിൽ ഇവിടെ റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുകയും പ്രൈസ് മുകളിലോട്ട് പോവുകയും ചെയ്യും. പ്രൈസ് മുകളിലോട്ട് പോകാൻ വേണ്ടി അവർ ഒരു കാര്യം കൂടി ചെയ്യും, അവരിവിടെ ലിമിറ്റ് ഓർഡറിൽ സെൽ ഓർഡർ കൂടി ഇട്ട് വയ്ക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലിമിറ്റ് ഓർഡേഴ്സ് മാർക്കറ്റിനെ അട്രാക്റ്റ് ചെയ്യുകയും മാർക്കറ്റ് ഓർഡർ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ ബൈ വരികയും ഇവിടെ 120 രൂപ ലിമിറ്റ് ഓർഡർ കിടക്കുകയും ഈ 80-ൽ നിന്ന് ക്വിക്കായിട്ട് താഴെ പോയ 80-ൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും? 120-ലോട്ട് എത്തുകയും ചെയ്യും. അവർക്ക് ആവശ്യമുള്ള ഫുൾ ലിക്വിഡിറ്റി ആ ഒരു ഏരിയയിൽ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫേക്ക് ബ്രേക്കൗട്ട് നടത്തിക്കൊണ്ട് പ്രൈസിനെ തിരിച്ച് 120-ലോട്ട് എത്തിക്കും. ഇത് എല്ലാ സമയത്തും നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇത്തരത്തിലുള്ള ഫേക്ക് ബ്രേക്കൗട്ട് വിത്ത് ലാർജ് വോളിയം ട്രേഡ് നടക്കുകയാണെങ്കിൽ, അപ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്യുറസി എത്ര ശതമാനം വർദ്ധിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത്
നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുക. അത്തരത്തിലുള്ള ട്രേഡ് മാത്രം ചെയ്യുന്നുള്ളൂവെങ്കിൽ പോലും നിങ്ങൾക്ക് അടിപൊളി ട്രേഡേഴ്സായിട്ട് മാറാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇത്തരത്തിലുള്ള ഹാമർ ക്യാൻഡിൽസ്, ഷെയ്ക്ക് ഔട്ട് ഹാമർ ക്യാൻഡിൽസ്, അല്ലെങ്കിൽ മർഗോസ് വിത്ത് ഷെയ്ക്ക് ഔട്ട് ക്യാൻഡിൽസ്, ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് കണ്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യാൻഡിൽസിൽ മാത്രം ഇങ്ങനത്തെ പാറ്റേണും ഇത്തരത്തിലുള്ള ഫേക്ക് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽസും ഒരു പ്രാവശ്യമല്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ്, ഒരു 3-4 പ്രാവശ്യം ഇത്തരത്തിലുള്ള ഷെയ്ക്ക് ഔട്ട് നടത്തിക്കൊണ്ടായിരിക്കും. ഇതിനെ ഷെയ്ക്ക് ഔട്ട് എന്നാണ് വിളിക്കുക. അതായത് വീക്കറായിട്ടുള്ള കോൺഫിഡൻസ് കുറഞ്ഞ റീറ്റെയിൽ ട്രേഡേഴ്സിനെ പേടിപ്പിച്ച് പുറത്തിറക്കുക, ഷെയ്ക്ക് ഔട്ട് ചെയ്ത് പുറത്തിറക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, സ്ട്രോങ് ആയിട്ടുള്ള FIAs ഈ വീക്കർ ഹാൻഡ്സിൽ നിന്ന് ആ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലോട്ട് ആ സ്റ്റോക്കിനെ കൊണ്ടുപോവുക. അവർ കൂടുതൽ പ്രൈസ്, കൂടുതൽ ലാഭം എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒറിജിനൽ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഇത് നടക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് അവർക്ക് 100 കോടിയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ഒരു പക്ഷേ 10 കോടിക്കുള്ള ബൈ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് സ്റ്റോക്ക് മുകളിൽ പോകും. അപ്പോൾ അവരുടെ ആവറേജ് പ്രൈസ് ഭയങ്കര മുകളിലോട്ട് പോകും. അപ്പോൾ 100 രൂപയ്ക്ക് ഫുൾ ഉണ്ടെന്ന് മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മാർക്കറ്റിൻ്റെ ആവറേജ് പ്രൈസ് അല്ല 110 ജമ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി മാർക്കറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ഡൈനാമിക്സ്. വീക്കർ ഹാൻഡ്സിനെ ഷേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് സ്ട്രോങ്ങർ ഹാൻഡ്സിന് കൂടുതൽ പവർ കൊടുക്കുന്ന മാർക്കറ്റ് മെക്കാനിസമാണ് മാർക്കറ്റിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള മെക്കാനിസം. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഷേക്ക് ഔട്ടുകളിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന കൺസെപ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുകയും അത്തരത്തിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ട് വലിയ റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ് ലെവൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രേഡ് ടോക്സിനെ ഫോളോ ചെയ്യുക.